ഞാൻ എന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കുക? അതായത് നിങ്ങളുടെ ഈ എംപ്റ്റിനെസ് ഉണ്ടല്ലോ, അതൊന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക. എന്താ ഞാൻ എന്നോട് തന്നെ ഐ ലവ് യു പറയാ? നിങ്ങളോട് ഐ ലവ് യു പറയാം. പഠിച്ചാൽ എൻ്റെ കുട്ടികൾ പുതിയാപ്പിളൊക്കെ ഉണ്ട് എനിക്ക് സ്നേഹിക്കാൻ. പിന്നെ ഞാൻ എന്നോട് തന്നെ ഐ ലവ് യു പറഞ്ഞെടുക്കുമ്പോൾ എനിക്ക് പിരാന്താണ് വെച്ചു. പുയ്യാപ്പിള, മക്കള്, വീട്, ഇതിലപ്പുറം വേറൊന്നുമില്ല. നമ്മളും ഇല്ലേ? നിങ്ങളൊരു മനുഷ്യനല്ലേ? നിങ്ങളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അംഗീകരിക്കുക. ഇത് എല്ലാ കാലവും ഭർത്താവിനെ സ്നേഹിക്കണം, 3 മക്കളെ സ്നേഹിക്കണം, വീട്ടിനെ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങളിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ശൂന്യത മാറ്റാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് പറഞ്ഞ എൻ്റെ ഒരു വിഷമം മാറി വിചാരിച്ചു. നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് ചേരാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ മനസ്സ് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പണി എന്നോട് പറഞ്ഞു തരുമോ? പത്തിരിയും കോഴിയിറച്ചൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അയ്യോ, അങ്ങനെയില്ല. സ്പെഷ്യൽ എന്തെങ്കിലും? സ്പെഷ്യൽ ബിരിയാണി, മന്തി അതൊക്കെ ഉണ്ടാക്കും. അടുക്കളയിൽ നിന്ന് പുറത്ത് കടക്കേ. എങ്ങോട്ട്? വർക്കേരിയൊക്കെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ? ഒരു കഷ്ടാണ് പഠിച്ചോന്. ഈ അടുക്കളയും തുടക്കലും അലക്കലും വൃത്തിയാക്കലും വാഷ് ചെയ്യലും ഒക്കെ അങ്ങ് മാറ്റി അത് പൂട്ടിയിട്ട് ഒരു ഭാഗത്തോട്ട് പുറത്ത് വാ. ഔട്ട്സൈഡ് അത് വിടി. അതുണ്ടവിടെ. പിയാപ്പിളയും മക്കളും എല്ലാം ഉണ്ട് അവിടെ. നിങ്ങളൊന്ന് പുറത്തിറങ്ങി. ഈ 12th പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്ത് അതിങ്ങനെ ഭയങ്കര പ്രശംസ, എല്ലായിടത്തുനിന്നും പ്രശംസ വന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുമോ എന്നോട്? ഉണ്ട്. ഞാനേ +2 പഠിക്കുന്ന സമയത്ത് ഒരുത്തെങ്കിൽ ലവ് ലെറ്റർ ഒക്കെ തന്നീനിട്ടോ. സാധനം വെച്ച് തേച്ച് പോയി. എന്നിട്ട് ആ സങ്കടത്തിൽ ഞാൻ ഇങ്ങനെ കവിത എഴുതി ആ മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ എല്ലാം പൊതിച്ചുകൊണ്ടുവന്ന് അനക്ക് ഇത്രയൊക്കെ കഴിവുണ്ടേനിയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ കഴിവ് എവിടെ പോയി? ഇപ്പോൾ തുരുമ്പ് പിടിച്ച് കിടക്കാണ് അല്ലേ? അതൊക്കെ ഒന്ന് കഴുകി നിങ്ങൾ പാത്രമൊക്കെ കഴുകി മിനുക്കി വൃത്തിയാക്കൂലേ? തേച്ച് മിനുക്കി തിളങ്ങി അങ്ങ് വരണം. അതിനെന്താ ചെയ്യുക? കവിത പിന്നെ എഴുതണം, കവിതകൾ വായിക്കണം. പഴയതുപോലെ ബുക്കൊക്കെ വായിക്കുന്ന ആളാണെങ്കിൽ അത് ആസ്വദിച്ച് വായിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട് ശാന്തമായിരിക്കും. ആ സമയം നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ നമുക്ക് വേണ്ടി 1-2 മണിക്കൂർ ഡെയിലി ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, മറക്കാൻ പറ്റില്ല. പിന്നെ തേച്ചു പോയ കഥ ഉണ്ടല്ലോ, അതെന്നോടൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്തായാലും പറഞ്ഞു തരും.